നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഇറാനെതിരെ കടുത്ത ആക്രമണം രാവും പകലും US-നൊപ്പം ചേർന്ന് നടത്തുന്നതിനിടെ ഇസ്രായേലിൽ ഇറാന്റെ തിരിച്ചടിയേറ്റ ആരത് സന്ദർശിക്കാൻ എത്തിയതാണ് അദ്ദേഹം. ഇസ്രായേലിൽ ഇറാൻ ആക്രമണത്തിൽ 100 കണക്കിന് ആളുകൾക്കാണ് പരിക്കേറ്റത്. ആക്രമണം നടന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന നെതന്യാഹു ഒരിടവേളയ്ക്ക് ശേഷം നെതന്യാഹു പുറത്തിറങ്ങിയ കാഴ്ച കൂടിയാണിത്. ഇറാൻ സമ്പൂർണ്ണമായി തകർന്നുവെന്നും നിരന്തരം അവർ ആവർത്തിക്കുമ്പോഴും അസാധാരണമായ തിരിച്ചടികൾക്ക് കെൽപ്പുണ്ട് എന്ന് ഇറാൻ തിരിച്ച് നെതന്യാഹുവിന് മുന്നിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയാണെങ്കിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 48 മണിക്കൂറിൻ്റെ ഒരു അന്ത്യശാസനം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടി ഇറാന് മുന്നിൽ വെച്ചു. ഇറാൻ അതിനുമേലെയും ഭയക്കുന്നില്ല. ഇറാൻ യുദ്ധത്തിൽ നിർണായകമായ ഒരു നിലപാട് മാറ്റം കൂടി ഈ സാഹചര്യത്തിൽ ട്രംപിൻ്റെ ഭീഷണി നിലനിൽക്കെ നെതന്യാഹു നടത്തി. എന്താ അത്? ഒറ്റക്കൊന്നും പറ്റുന്നില്ല, യുദ്ധം ചെയ്യാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നേരെ യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടിയ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇറാനെതിരായ യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അണിനിരക്കണമെന്നും ഇസ്രായേലിനെ സഹായിക്കണം എന്നും അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യുദ്ധക്കൊതി ഇപ്പോഴും മാറാത്ത നെതന്യാഹു. ട്രംപ് ഹോർമൂസ് കടലിടുക്കിനെ മുൻനിർത്തി പയറ്റിയ കുതന്ത്രം അത് പരാജയപ്പെട്ടിരുന്നു. എല്ലാവരെയും ഒന്ന് അണിനിരത്താൻ വേണ്ടി നാറ്റോ രാജ്യങ്ങൾ വരൂ, നിങ്ങൾ എന്നെ രക്ഷിക്കൂ, ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ കൂടെ അണിനിരക്കൂ എന്ന് പറഞ്ഞ് ഇറാന് മേൽ ആക്രമണം മറ്റ് രാജ്യങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് മാറ്റാനുള്ള കുതന്ത്രം. അതിനുശേഷം നെതന്യാഹു ഒടുവിൽ രംഗത്ത് വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നറിയാമോ? ഡീഗോ ഗാർഷ്യ ആക്രമണത്തെ മുൻനിർത്തിയുള്ള നീക്കം. നേരത്തെ ഗാസയിലെ അധിനിവേശവും രക്തച്ചൊരിച്ചിലും നടന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശക്തമായ സമ്മർദ്ദം നെതന്യാഹുവിന് മേലുണ്ടായിരുന്നു. അന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തിയിരുന്നു എല്ലാവരെയും വെല്ലുവിളിച്ച് നെതന്യാഹു. അങ്ങനെ ട്രംപിൻ്റെ ബലത്തിലാണ് അന്ന് പിടിച്ചിരുന്നത്. ഒടുവിൽ ഇറാനിൽ യുദ്ധം ആരംഭിച്ചപ്പോഴും പിന്നാലെ ട്രംപിനെയും US-നെയും കൂടെ നിർത്തി. യുദ്ധം തുടർന്നപ്പോഴും നാറ്റോ രാജ്യങ്ങൾക്കടക്കം കടുത്ത എതിർപ്പ് ഈ പോക്കിൽ ഉണ്ടായിരുന്നു. ആരുടെ സഹായവും വേണ്ട എന്ന നിലപാടുമായിരുന്നു നെതന്യാഹുവിന്. എന്നാൽ ഇറാൻ്റെ ആയുധശേഷി ഒരു തരത്തിലും സമ്പൂർണ്ണമായി തകർക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഇസ്രായേലിൻ്റെ അയൺ ഡോമുകളെ അടക്കം പരാജയപ്പെടുത്തി ഇസ്രായേലിലേക്ക് തിരിച്ചടി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ നെതന്യാഹു നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ യുദ്ധത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളെ അണിനിരത്താൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ ഡീഗോ ഗാർഷ്യയിലെ ആക്രമണം ചൂണ്ടിക്കാണിച്ച് നെതന്യാഹു വന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാന ദ്വീപായ ഡീഗോ ഗാർഷ്യയിലുള്ള US ബ്രിട്ടീഷ് സംയുക്ത സേനാ താവളമാണ് ഇറാൻ ആക്രമിച്ചത്. ഇറാന്റെ ആക്രമണം US-നെ ഞെട്ടിച്ചു. ബ്രിട്ടനും രോഷത്തോടെ പ്രതികരിച്ചു. നേരത്തെ ഇറാനെതിരായി തങ്ങളുടെ ഭൂമിയിലുള്ള US സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നതിന് അനുമതി നൽകാൻ മടിച്ചിരുന്നതാണ് ബ്രിട്ടൻ. എന്നാൽ ഈ ആക്രമണത്തോടെ US സൈന്യത്തിന് താവളങ്ങൾ അനുവദിച്ചു നൽകി. ഈ ഘട്ടത്തിലാണ് നെതന്യാഹു കുളം കലക്കി മീൻ പിടിക്കാൻ ഇറങ്ങിയത്. സംയുക്ത സേനാ താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണം ചൂണ്ടിക്കാണിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കായുള്ള അവരുടെ മുന്നിലേക്കുള്ള സഹായാഭ്യർത്ഥന. അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഭീഷണിയാണ് എന്നും ഇറാനെതിരെ നിങ്ങളും രംഗത്തിറങ്ങണം എന്നുമാണ് അഭ്യർത്ഥന. ഇസ്രായേലിലെ ആരത് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ നെതന്യാഹു മറ്റു ചില കാര്യങ്ങൾ കൂടി വിശദീകരിച്ചു. അവർ ഡീഗോ ഗാർഷ്യയിലേക്ക് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തു. 4000 കിലോമീറ്റർ അപ്പുറമാണത്. ഞാൻ എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നതാണ്, അവർക്ക് ഇപ്പോൾ യൂറോപ്പിൻ്റെ ഉള്ളിലേക്ക് എത്താനുള്ള കഴിവുണ്ട്. അവരെല്ലാവരെയും ലക്ഷ്യമിടുകയാണ്. കൂടാതെ സമുദ്ര, അന്താരാഷ്ട്ര പാത, ഊർജ്ജപാത എന്നിവ തടയുകയും ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ബാക്കി രാജ്യങ്ങളിലെ നേതാക്കൾ ഒരുമിച്ച് ഇറാനെതിരെ അണിനിരക്കേണ്ട സമയമാണ് ഇത് എന്നും നെതന്യാഹു പറഞ്ഞു. ഇറാന്റെ ആയുധശേഷിയെക്കുറിച്ച് US-നും ഇസ്രായേലിനും ഉണ്ടായിരുന്ന സകല ധാരണകളെയും അട്ടിമറിക്കുന്നതാണ് ഇറാന്റെ ഒടുവിലത്തെ തിരിച്ചടികൾ. ഇറാനെ ആക്രമിക്കുന്ന US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ തിരിച്ചടിക്കും എന്ന് ഇറാൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇസ്രായേൽ അത് വകവെച്ചില്ല. ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ ഉള്ളതാണ് എങ്കിലും US-ൻ്റെ മേൽനോട്ടത്തിലാണ് ഡീഗോ ഗാർഷ്യ സൈനിക താവളം. ആഫ്രിക്ക, പശ്ചിമേഷ്യ, ഏഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള US ബ്രിട്ടീഷ് സൈനിക നടപടികൾ ഏകോപിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. ഇറാൻ ആക്രമണത്തിനും സഹായം ലഭിക്കുന്നു എന്നാണ് ഇറാന്റെ വാദം. US-ൻ്റെയും ഇസ്രായേലിൻ്റെയും നിരന്തര ആക്രമണത്തിനൊടുവിലാണ് ഇറാൻ ഡീഗോ ഗാർഷ്യയിലേക്ക് തിരിച്ചടിച്ചത്. അയൺ ഡോമുണ്ട്, ആരെയും നമുക്ക് ആക്രമിക്കാം, ഇങ്ങോട്ട് തിരിച്ചടിച്ചാലൊന്നും യേശൂല എന്ന അഹന്തയിൽ യുദ്ധക്കുതിയനായ നെതന്യാഹു ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു വരികയായിരുന്നു. അവരുടെ പരമാധികാരത്തെ പോലും വകവെച്ചില്ല. എന്നാൽ എത്രയൊക്കെ മിസൈൽ അയച്ചിട്ടും ആക്രമിച്ചിട്ടും എത്ര നേതാക്കളെ കൊന്നിട്ടും ഇറാൻ തളർന്നില്ല എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിനകം തുറക്കണമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കും അന്ത്യശാസനത്തിനും നാനാമുഖത്ത് നിന്നും മറുപടി നൽകുകയാണ് ഇറാൻ.
ഭീഷണിക്ക് വഴങ്ങില്ല എന്ന വ്യക്തമായ സന്ദേശം അവർ നൽകുകയാണ്. ട്രംപിൻ്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് എടുത്ത നിലപാട് ആണ് ഒന്നാമത്തേത്. ഹോർമൂസ് ശത്രുക്കൾക്ക് മാത്രമേ വാരിക്കുഴിയാകുന്നുള്ളൂ എന്ന് തുറന്നടിച്ച പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ എക്സിൽ തങ്ങളുടെ നിലപാട് വിശദീകരിച്ചു. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും അടച്ചിട്ടില്ല, അതിപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. ഇറാൻ മണ്ണിനെ എതിർക്കുന്നവർക്ക് മാത്രമാണ് അവിടെ പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത്. ഇറാനെതിരെയുള്ള ഭീഷണിയും ഭീകരതയും രാജ്യത്തെ കൂടുതൽ ഐക്യമുള്ളതാക്കി മാറ്റുകയാണ്. ഹോർമൂസ് പൂർണ്ണമായും തുറന്നില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഈ പ്രതികരണം. ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന മിഥ്യാധാരണ ചരിത്രം രചിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഇച്ഛാശക്തിയോടുള്ള നിരാശാ പ്രകടനം മാത്രമാണ്. ഭീഷണിയും ഭീകരതയും തങ്ങളുടെ ഐക്യം തകർക്കുകയല്ല, ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ മണ്ണിനെ എതിർക്കുന്നവർക്കൊഴികെ മറ്റെല്ലാവർക്കും ഹോർമൂസിൽ പ്രവേശനമുണ്ട്. യുദ്ധക്കളത്തിൽ ഉയർത്തുന്ന ഭ്രാന്തമായ ഭീഷണികളെയെല്ലാം ഞങ്ങൾ ശക്തമായി നേരിടും. ഈ സമയം ഹോർമൂസ് കടലിടുക്ക് 48 മണിക്കൂറിൽ തുറക്കാനുള്ള ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ ഇറാൻ പാർലമെന്റ് സ്പീക്കറും രംഗത്തെത്തി. രണ്ടാമത്തെ പ്രധാനപ്പെട്ട നീക്കം, ഹോർമൂസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രം തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫ് ആഞ്ഞടിച്ചു. അങ്ങനെ ചെയ്താൽ പശ്ചിമേഷ്യയിലെ അവരുടെ ഊർജ്ജ സംരക്ഷണ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലും പരിഹരിക്കാനാകാത്ത വിധം നാശമുണ്ടാക്കുമെന്നും ഇറാനെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ശ്രമിക്കണ്ട എന്നും ഇറാനെതിരായ ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് വേണ്ടത് എന്നും ഖാലിബാഫ് പറഞ്ഞു. മൂന്നാമത്തേത് യുഎസിനെയും ഇസ്രായേലിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ പോന്ന പ്രതികരണമാണ്. അത് യുദ്ധ മേഖലയിലുള്ള തിരിച്ചടികളാണ്. യുഎസിനും ഇസ്രായേലിനും ഇറാൻ നൽകിയ തിരിച്ചടികൾ. ഇസ്രായേലിലെ ഡിമോണയിലെ ആണവ കേന്ദ്രത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. അയൺ ഡോമിനെ മറികടന്നെത്തിയ ഇറാൻ മിസൈലുകൾ 3 നില കെട്ടിടമടക്കം തകർത്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഷിമോൺ പെരസ് നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നിടത്താണ് ആക്രമണം. മിസൈൽ ആക്രമണത്തിൽ ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിന് തീപിടുത്തമുണ്ടായതാണ് റിപ്പോർട്ട്. ആണവ വികിരണം സംഭവിച്ചിട്ടില്ല എന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഇറാന്റെ ആണവശക്തി തകർക്കാൻ പോയി ഒടുക്കം നെതന്യാഹുവിൻ്റെ ആണവ പരീക്ഷണ കേന്ദ്രം തിരിച്ച് ആക്രമിക്കുന്ന സ്ഥിതിയായി. ഇതിന് പിന്നാലെ നാലാമത്തെ കാര്യം, യുഎസിൻ്റെ F-15 വിമാനം ആക്രമിച്ചതാണ്. ഇറാന്റെ സൈനിക ശേഷി വ്യക്തമാക്കുന്ന പ്രത്യാക്രമണം. കടലിടുക്കിനടുത്ത് ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ ഉപയോഗിച്ച് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ F-15 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായാണ് റിപ്പോർട്ട്. ഇറാൻ പ്രതിരോധ സേനയുടെ ഗ്രൗണ്ട് ടു എയർ സിസ്റ്റം ഉപയോഗിച്ചാണത്രേ അത്യാധുനിക F-15 വിമാനം തകർത്തത്. ഇറാനിലെ ഫാൾസ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത് ഇസ്രായേലും യുഎസും സ്ഥിരീകരിച്ചിട്ടില്ല. ടെഹ്റാൻ ടൈംസ് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റ് പ്രകാരം ഇറാന്റെ തീരത്തിന് മുകളിലായി വിമാനം തടഞ്ഞ് ഹോർമൂസ് കടലിടുക്കിന് സമീപം വെച്ച് വീഴ്ത്തുകയായിരുന്നു. ഇറാൻ വ്യോമസേനയുടെ വിജയകരമായ നീക്കമെന്നാണ് ടെഹ്റാൻ ടൈംസ് പറയുന്നത്. 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ യുഎസ് പ്രസിഡന്റിന്റെ അന്ത്യശാസനം നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നത് ഓർമ്മിക്കണം. അതേസമയം ഹോർമൂസ് തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ ഭീഷണി, ആ ഭീഷണിക്ക് എതിരെ ഇറാന്റെ പ്രതികരണം സമഗ്രതലത്തിൽ വന്നു എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഏറ്റവും ഒടുവിൽ IRGC അതിൻ്റെ പ്രതികരണവുമായി രംഗത്തെത്തിയതാണ് ഈ മേഖലയിൽ 5ാമത്തെ പ്രതികരണം. ഈ ട്രംപിന് കീഴടങ്ങാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് ഇറാൻ്റേത് എന്ന് ഈ IRGCയുടെ കൂടി പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നു. IRGC ട്രംപിൻ്റെ ഭീഷണിക്കെതിരെ എടുത്ത നിലപാട് ഇറാന്റെ ഊർജ്ജ നിലയം ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടും എന്നാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ഈ മുന്നറിയിപ്പ് തകർക്കപ്പെടുന്ന ഊർജ്ജ നിലയങ്ങൾ തുറക്കുന്നതുവരെ പിന്നെ കടലിടുക്ക് തുറക്കില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനിടെ ഇറാൻ യുദ്ധത്തിനിടയിൽ രാജ്യത്ത് എതിർപ്പുയരുന്നുണ്ട് ട്രംപിന് എതിരെ. ആ എതിർപ്പിനെ ശമിപ്പിക്കാൻ പലവിധ മാർഗങ്ങൾ അദ്ദേഹം തേടുന്നുണ്ട്. ഈ യുദ്ധം മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന ആക്ഷേപം പോലും നിലവിലുണ്ട്. എന്തായാലും അമേരിക്കയിലെ രാഷ്ട്രീയ ശത്രുക്കളാണ് ഇറാന്റെ നാശത്തിന് പിന്നാലെ തൻ്റെ മുന്നിൽ ഉള്ള ശത്രുക്കളെന്ന് വിചിത്രമായ വാദവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാന്റെ മരണത്തോടെ അമേരിക്കയിലെ ഏറ്റവും വലിയ ശത്രു തീവ്ര ഇടതുപക്ഷവും കഴിവുകെട്ടതുമായ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ തർക്കം രൂക്ഷമായതോടെ ഇറാനെതിരെ ട്രംപ് നടത്തിയ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് ഡെമോക്രാറ്റുകൾക്കെതിരായ പ്രഖ്യാപനം. US സാമ്പത്തിക പ്രതിസന്ധിയിൽ കുരുങ്ങി നിൽക്കുമ്പോൾ ട്രംപിന്റെ യുദ്ധക്കൊതി വ്യാപകമായ വിമർശനം ഉയർത്തുന്നുണ്ട്. അതിനിടയിലാണ് ഈ നീക്കം. അതിനിടെ ഇറാൻ നേതാക്കളെ കൊന്നുതള്ളുകയും വീമ്പിളക്കുകയും ഒക്കെ ചെയ്യുന്ന ട്രംപിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അമേരിക്കയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ആശങ്കകൾ ലോകമാകെ പരക്കുന്നതായി രൂപപ്പെട്ടു. ട്രംപ് വിമാനമിറങ്ങി വരുന്ന വീഡിയോകൾ പങ്കുവെച്ച് ട്രംപിന്റെ ആരോഗ്യനില ആശങ്കയിലാണെന്ന പ്രചരണം
പ്രചരണം ആണ്. വീർത്ത കണങ്കാലും ചർമ്മത്തിൻ്റെ നിറവ്യത്യാസവും തുടങ്ങിയ അദ്ദേഹത്തെ നേരത്തെ അസ്വസ്ഥമാക്കുന്ന രോഗാവസ്ഥ ആരോഗ്യ വിദഗ്ധരുടെ പരിചരണത്തിലാണ്. മാർച്ച് 21 ഒരു വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. ട്രംപിൻ്റെ ചലനങ്ങളും ഒപ്പം അദ്ദേഹത്തിന് പടി കയറാനും ഇരിക്കാനും ഒക്കെ സഹായമില്ലാതെ പറ്റുന്നില്ല എന്ന സാഹചര്യവും ഈ വീഡിയോ വെച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരണം കൊഴുക്കുകയാണ്. എന്തായാലും യുദ്ധ സാഹചര്യം നിരീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ട്രംപിൻ്റെ ആധിപത്യത്തിനും നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതിക്കും മേലെ വലിയ ആഘാതമുണ്ടായി എന്നാണ്. ഇറാൻ തകർന്നു എന്ന് പ്രഖ്യാപിച്ച് നിരന്തരം ആവർത്തിക്കുമ്പോഴും അവർ സൂക്ഷ്മതലത്തിൽ തിരിച്ചടിക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങളിലൂടെ US-ൻ്റെയും ഇസ്രായേലിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് തിരിച്ചടിക്കുന്നു. ഇതോടെയാണ് സഹായം തേടി യൂറോപ്പിലേക്ക് നോക്കാൻ നെതന്യാഹു നിർബന്ധിതനായത്. ട്രംപും യുദ്ധം ഉടൻ നിർത്തുമെന്ന് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വെല്ലുവിളികൾ പക്ഷേ അവശേഷിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം അത്ര ലളിതവുമല്ല. അതുകൊണ്ട് US-ഉം ഇസ്രായേലും വരുത്തിവെച്ച യുദ്ധം നെതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി ലോകത്തെ ആകെ അശാന്തിയിലേക്ക് തള്ളിവിടുമ്പോൾ അതില്ലാതാക്കുക എന്ന ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അവർ അത് നിറവേറ്റേണ്ട അനിവാര്യ സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ലോകം നശിച്ചാലും നമ്മൾ ജയിക്കണമെന്ന വാശിയിൽ ഇനിയും അധികാരഹുങ്ക് തുടരുമോ എന്നതാണ് ഉയരുന്ന ആശങ്ക. നഷ്ടങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്മാറും കക്ഷികൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.